അങ്ങനെ വിഷുവിന് രാവിലെ തന്നെ എണീറ്റ് കണിയൊക്കെ കണ്ട് അമ്പലത്തിൽ പോയി ഭഗവാനോട് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞൊരു പുതുവർഷമായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ വന്ന് സദ്യവട്ടങ്ങൾക്കൊക്കെ ഉള്ള ഒരുക്കം തുടങ്ങി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളുടെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനത്തെ സെലിബ്രേഷൻസൊക്കെ നമ്മളൊന്ന് ആഘോഷിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് കൊച്ചുനാളിൽ തൊട്ടേ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ കൊച്ചുനാളിൽ വീട്ടിൽ ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ അവർക്കും ഇതൊക്കെ ഓരോ സെലിബ്രേഷനും അവർക്ക് ഓരോ ഓർമ്മകളായിട്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ആണെങ്കിലും ഒരുവിധം ഞാൻ സദ്യക്കുള്ളതൊക്കെ ഒരുക്കി വെച്ചത്. അപ്പോൾ ചോദിക്കും, ഈ സദ്യക്കുള്ള ഒരുക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടാനല്ല എൻ്റെ പിള്ളേർ കഴിക്കുമെന്നില്ല. അവരിതൊന്നും കഴിക്കില്ല കേട്ടോ. അവരാകെ പരിപ്പും നെയ്യും പിന്നെന്താ പറയുക, പരിപ്പും നെയ്യും പപ്പടം കൂടി കൂട്ടി ഇളക്കും. പിന്നെ ആ മെഴുക്കുവരട്ടിയും അതുപോലെ തന്നെ പച്ചടി ഒഴിച്ചിട്ട് കഴിക്കുമായിരിക്കും. അത്രയൊക്കെ അവർ കഴിക്കുള്ളൂ. പിന്നെ അവർക്ക് മാത്രം പോരല്ലോ സന്തോഷം, നമുക്കും വേണ്ടേ സന്തോഷം. അപ്പോൾ എനിക്കും എൻ്റെതായ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനും എനിക്ക് ഈ പറഞ്ഞ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇലയിലൊക്കെ വിളമ്പി നമ്മൾ സമാധാനമായിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു നിർവൃതിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ ഞാൻ പരിപ്പും സാമ്പാറും പായസവും ഒക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ കല്യാണി അവിടെ ചോറിൽ ഇളക്കി ഇളക്കി കളിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത് ഞാൻ മോരുകറിയിലേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോഴാണ് നമ്മുടെ അപ്പൂസുദേവിടെ ചോറൊക്കെ ഇന്നത്തെ സൂപ്പറാണെന്ന് പറയുന്നത്. സൂപ്പറെന്ന് വെച്ചാൽ ഞാൻ പരിപ്പ് കൂട്ടി കഴിക്കുന്നത് മാത്രമാണ് കേട്ടോ സൂപ്പറെന്ന് പറയുന്നത്, അല്ലാണ്ട് അവൻ വേറൊന്നും കഴിക്കാമെന്നില്ല. പണ്ട് ഞങ്ങൾ കൊച്ചുനാളിൽ വീട്ടിൽ വെച്ചിട്ട് ഓണത്തിനും അതുപോലെ വിഷുവിനും ഒക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ആരാണ് കൃത്യമായിട്ട് ഇലയിലുള്ളത് എല്ലാം കഴിച്ചു തീർക്കുന്നത്, അതായത് എല്ലാം വാങ്ങണം, മനസ്സിലായോ? പരിപ്പ്, സാമ്പാർ, പായസം, പിന്നെ മോരുകറി, മോര് എല്ലാം കൂട്ടി കഴിക്കണം. അതുപോലെ തന്നെ ഇലയിലുള്ള കൂട്ടാനെല്ലാം ഫിനിഷ് ആക്കണം, അങ്ങനെ കഴിക്കണം. അത് നമുക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്നത്. എനിക്കന്നേരം ശരിക്കും പാറുവിനെയും മുരുകനെയും ലച്ചുവിനെയും രേഷ്മയും എല്ലാവരും എനിക്ക് അന്നേരം ഒരുപാട് മിസ്സ് ചെയ്തു. കാരണം നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് പണ്ട് കഴിക്കുന്ന പാറുവിൻ്റെ അടുത്ത് ബെറ്റ് വെച്ചൊക്കെ സദ്യക്ക് കഴിച്ചിട്ട് അവസാനം പാറു തോൽപ്പിച്ച് എല്ലാവരെയും തോൽപ്പിച്ച് പാറു വീണ്ടും ഒരു ട്രിപ്പ് കൂടെ വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഓരോരോ ഓർമ്മകൾ നമ്മളിങ്ങനെ നൊസ്റ്റാൾജിയൊക്കെ ആയവരൊക്കെ ആയിരുന്നു അങ്ങനെ സദ്യയൊക്കെ കഴിച്ച സമയത്ത് എല്ലാവരെയും കുറിച്ച് ഓർത്തിട്ട്. എന്തായാലും എൻ്റെ അപ്പുക്കുട്ടന് ഇന്നത്തെ പായസമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് അവൻ 3 ട്രിപ്പ് പായസം വാങ്ങിച്ച് കഴിച്ചു. ഓരോ തവി വീതമാണെങ്കിലും അവൻ വാങ്ങിച്ച് കഴിച്ചു. ഇടയ്ക്ക് അവൻ ഇതാണ് പായസം ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ട് അമ്മ പിന്നെ അവന് പായസം ഉണ്ടാക്കിയപ്പോഴൊന്നും അവൻ കഴിച്ചില്ലായിരുന്നു. അങ്ങനെ വല്ലപ്പോഴും ഒക്കെയാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുക. അങ്ങനെ അവൻ കഴിച്ചു. പിന്നെ ഞാനിതാ സദ്യയൊക്കെ കംപ്ലീറ്റ് ആക്കി ഇരിക്കുകയാണ്. അപ്പൂസും കഴിച്ചിട്ട് എണീറ്റ് പോയി. നമ്മുടെ കല്യാണി മാത്രം ഇവിടെ ഇപ്പോഴും ഇവിടെ ഇരുന്ന് പരിപ്പ് കഴിക്കുന്നതേ ഉള്ളൂ. പിന്നെ എന്തായാലും അവളെല്ലാം ഫുഡ് ഫിനിഷ് ആക്കിയിട്ടാണ്